കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ വെറും 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, പ്രചരണം തീരാൻ വെറും 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ, ഈ പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് കേരളത്തിൽ. ഇന്നലെ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവായ പി ചിദംബരം വെളിപ്പെടുത്തിയത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതായത് മാനിഫെസ്റ്റോ ഉണ്ടാക്കാനുള്ള കമ്മിറ്റി ചെയർമാനായ പി ചിദംബരം വെളിപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയ മാനിഫെസ്റ്റോയിൽ ഈ BJP ഗവൺമെൻറ് കൊണ്ടുവന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പറയുകയും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ആ നിയമം റദ്ദാക്കുമെന്നും എഴുതി ചേർത്തിരുന്നു കരട് മാനിഫെസ്റ്റോയിൽ. എന്നാൽ പിന്നീട് ഹൈക്കമാൻഡ് പരിശോധിച്ചപ്പോൾ മാനിഫെസ്റ്റോയ്ക്ക് 46 പേജിൽ ഇത് ഒതുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞു വരുമ്പോൾ 46 പേജിൽ കൂടുതലാകുന്നത് കൊണ്ട് ആ ഭാഗം എടുത്തു മാറ്റി എന്നാണ് പി ചിദംബരം വിശദീകരിച്ചിരിക്കുന്നത്. വരികൾക്കിടയിലൂടെ വായിച്ചാൽ തടിയൂരാനുള്ള ഒരു ഉപായമായിട്ട് അതിനെ കണ്ടാൽ മതി. ഇത്രയും കാലം കേന്ദ്രം ഭരിച്ച ഒരു വലിയ പാർട്ടി കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അവർ നയിക്കുന്ന ദേശീയ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാന പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഒരു ഭാഗം എടുത്തു മാറ്റുന്നത്, അതും ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റിയുള്ളത്, ഏറ്റവും വിവാദമായ മോദി സർക്കാർ കൊണ്ടുവന്ന ഈ കാര്യത്തെ കുറിച്ച് ഇത്ര ലാഘവത്തോട് പേജിന്റെ എണ്ണം കൂടുമെന്നതുകൊണ്ട് ഞങ്ങളതങ്ങ് കട്ട് ചെയ്ത് മാറ്റി എന്ന് പി ചിദംബരം പോലും പറയണമെങ്കിൽ കോൺഗ്രസ് അധപ്പതിച്ച് എവിടെ എത്തിയെന്ന് വിചാരിച്ചാൽ മതി. മൃദു ഹിന്ദുത്വ സമീപനത്തിൽ പി ചിദംബരം പറഞ്ഞത് അർദ്ധസത്യം മാത്രമാണ്. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹം ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞല്ലോ, ഇതാദ്യം ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തു കൊണ്ടുവന്നു, ദേശീയ പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസിന്റെ കരട് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു, പിന്നീട് കത്രിക പൂട്ടിട്ട് വെട്ടി മാറ്റിയെന്ന് പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഈ സംഭവം ചർച്ചയായത്. അതിനു മുമ്പ് തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പലയിടത്തും ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പിന്നെ ഈ സംഭവം ഇല്ലല്ലോ, ദേശീയ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുന്നില്ലല്ലോ, ഒരു വരിയുമില്ലല്ലോ. അപ്പൊ VD സതീശൻ പ്രതിപക്ഷ നേതാവ് വന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് പേജ് 8 എടുത്ത് വായിച്ചു നോക്ക്, പേജ് 8 എന്താ, അതൊന്നും ഇല്ല. വീണ്ടും പിണറായി വിജയൻ കൗണ്ടർ ചെയ്തു, പേജ് 8 ആർട്ടിക്കിൾ 14 പറയുന്നില്ല, ആർട്ടിക്കിൾ 15 മുതൽ കൊണ്ടുവന്ന വേറെ പല നിയമത്തെ പറ്റിയാണ് പറയുന്നത്. തുല്യത ലംഘിക്കുന്ന ആർട്ടിക്കിൾ 14 ലംഘിക്കുന്ന ദേശീയ പൗരത്വ നിയമത്തെ പറ്റി കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഒരു വാചകവും ഇല്ല. 8-ാം പേജിലും ഇല്ല, 10-ാം പേജിലും ഇല്ല, 15-ാം പേജിലും ഇല്ല. അപ്പൊ VD സതീശന്റെ വാദത്തോടെ പൊളിഞ്ഞ് പാളീസായി. അതിന് പിന്നാലെയാണ് ഇപ്പം ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ. ഇനി എന്താ VD സതീശൻ ഇതേപ്പറ്റി പറയാനുള്ളത്? വീണ്ടും അപഹാസ്യനാകാൻ എന്താ പറയാനുള്ളത്? അപ്പോ കോൺഗ്രസിന് ഇതൊരു ഗൗരവമുള്ള വിഷയമേ അല്ല. മൃദു ഹിന്ദുത്വ ദേശീയ തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള കോൺഗ്രസിന് ഇതൊരു വിഷയമേ അല്ല. അതുകൊണ്ടാണ് ഒരു മീറ്റിങ്ങിലും രാഹുൽ ഗാന്ധിയോ മറ്റു കോൺഗ്രസ് നേതാക്കളോ കേരളത്തിലോ പുറത്തോ എങ്ങും ദേശീയ പൗരത്വ നിയമത്തെ പറ്റി ഒരക്ഷരം മിണ്ടാത്തത്. ഇത് കോൺഗ്രസിനെ എവിടെ എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും വീഡിയോയിൽ പറഞ്ഞതുപോലെ ദേശീയ പ്രതിപക്ഷ സഖ്യത്തെ ദുർബലപ്പെടുത്തുന്ന ഓരോ നീക്കങ്ങളുമാണ് ഓരോ ദിവസവും കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും ഒക്കെ സ്വീകരിക്കുന്നത്. ഇന്നലെ ജാർഖണ്ഡിൽ മഹാറാലി നടന്നു. അതിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് ഭക്ഷ്യവീക്ഷബാധ ഉണ്ടായി വിശ്രമത്തിലാണ്, ആവട്ടെ, അദ്ദേഹം പങ്കെടുത്തില്ല. ബാക്കി എല്ലാ നേതാക്കളും ഡൽഹിയിൽ രാംലീല മൈതാനത്ത് കേജ്രിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് നടന്ന മഹാറാലി പോലൊരു റാലിയാണ് ഇന്നലെ ജാർഖണ്ഡിൽ നടന്നത്. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കളും പങ്കെടുത്ത മഹാറാലിയാണ് അവിടെ നടന്നത്. അപ്പൊ പ്രതിപക്ഷ ഐക്യനിര അങ്ങനെ ശക്തിപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്നതിനെതിരെയാണ് അവിടെ റാലി നടന്നത്. അവിടെയാണ് ഇവിടെ രാഹുൽ കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിൽ കണ്ണൂരും വയനാട്ടിലും വന്നിട്ട് പ്രസംഗിക്കുന്നത്, എന്തേ ED പിണറായിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, എന്തേ പിടിച്ച് ജയിലിലിടുന്നില്ല. എന്ത് രാഷ്ട്രീയ! കഴിഞ്ഞ ദിവസം അരീക്കോട്, മലപ്പുറത്ത് മണ്ഡലത്തിൽപ്പെട്ട അരീക്കോട് DK ശിവകുമാർ വന്നു. കർണാടക ഉപമുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ കിങ് മേക്കറാണ്, മെയിൻ ഫണ്ട് റൈസർ.
ആലപ്പുഴയിൽ KC വേണുഗോപാലിനും ഒക്കെയുള്ള ഫണ്ട് അറേഞ്ച് ചെയ്യുന്നത് DK ശിവകുമാറാണ്, കർണാടക ഉപമുഖ്യമന്ത്രി. അദ്ദേഹം അരീക്കോട് വന്ന് റാലിയിൽ പങ്കെടുത്തപ്പോൾ ഏതോ പ്രവർത്തകൻ ലീഗ് കൂടി കാണിച്ചു, ഏതോ ആത്മാർത്ഥമുള്ള ലീഗ് പ്രവർത്തകൻ. അപ്പം തന്നെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ചെന്നിട്ട് അവരെ കൈകാര്യം ചെയ്ത് കൊടിയും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു, കൊടി ചുരുട്ടി അവിടെ വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ എത്ര സ്ഥലത്താണ് ഇപ്പൊ കൊടി കാണിക്കാതെ ലീഗ് പ്രവർത്തകർ ഈ അടിമപ്പണി ചെയ്യുന്നത്? വയനാട്ടില്, കണ്ണൂര്, അരീക്കോട്, ഇനി ആകെയുള്ള 3 ദിവസം എവിടെയൊക്കെ ലീഗുകാർ അടി വാങ്ങിച്ചു കെട്ടുകയാണ്. KSUക്കാരുടെ, യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ അടി വാങ്ങിച്ചു കെട്ടുകയാണ് പച്ചക്കൊടി കാണിക്കുന്ന ലീഗുകാര് മലപ്പുറത്ത്. ലീഗിന്റെ അവസ്ഥ എന്തായെന്ന് ലീഗ് സ്വയം ചിന്തിക്കുക. ലീഗും സമസ്തയുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നു. ലീഗിന്റെ പേരന്റ് ബോഡിയാണ് സമസ്ത, എല്ലാവർക്കും അറിയാം. സമസ്തയോട് വരെ കൊമ്പ് കോർക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ലീഗിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന് സമസ്ത പറയുന്നു. ഇതൊക്കെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ, വയനാട്ടിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അതിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇത്രയുമാണ് ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്. ഇദ്ദേഹമാണ് നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് കണ്ടുവച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇതിനെ നയിക്കാൻ പ്രാപ്തനാണോ ഇല്ലയോ എന്ന് ഓരോ ദിവസവും സംശയം ജനിപ്പിക്കുന്ന പ്രവർത്തികളാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ വെറുതെ പറയുന്നതല്ലല്ലോ, ഓരോ ദിവസത്തെയും സംഭവവികാസങ്ങൾ.